ഹായ് എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ജീവൻ രാജ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചെറിയൊരു കോൺസെപ്റ്റാണ് പറയാൻ പോകുന്നത്. വെയിറ്റ് ലോസ്, ബോഡി ഫാറ്റ് ലോസ്, ഇങ്ങനെയുള്ള ഗോൾസൊക്കെ വെച്ചിട്ടാണ് നിങ്ങൾ ട്രാൻസ്ഫോർമേഷൻ അങ്ങനെയുള്ള ഗോൾസൊക്കെ വെച്ചിട്ടാണ് നിങ്ങൾ ജിമ്മിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ കോൺസെപ്റ്റാണ് നിങ്ങളുടെ മൈൻഡിൽ ഏറ്റവും കൂടുതലായിട്ട് എപ്പോഴും ഉണ്ടാവേണ്ട കാര്യം. ഓക്കെ, അപ്പോൾ നമ്മളെല്ലാവർക്കും അറിയാം നമുക്കൊരു ഫാറ്റ് ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡെഫിസിറ്റിൽ നിൽക്കണം എന്നുള്ള കാര്യം. തെർമോഡൈനാമിക്സ് ബേസിക് പ്രിൻസിപ്പിൾസ് ആണ്. അപ്പോൾ ഒരു 500 കാലറി ഡെഫിസിറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഫാറ്റ്, ബോഡി ഫാറ്റ് എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അത് ഏകദേശം ഒരു 56 ഗ്രാംസ് ഓഫ് ഫാറ്റ് ആണ് 500 കാലറീസ് ആയിട്ട് വരിക. ഓക്കെ, അപ്പോൾ ഒരു ദിവസം നിങ്ങൾ 500 കാലറി ഡെഫിസിറ്റിൽ നിന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ഫാറ്റ് മാത്രമേ പോകുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ 56 ഗ്രാംസ് ഓഫ് ഫാറ്റേ പോവുള്ളൂ. അതിപ്പോൾ ഒരാളുടെ ശരീരത്തിൽ നിന്ന് ഒരു 56 ഗ്രാം ഫാറ്റ് പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വിൽ നെവർ ബി വിസിബിൾ. കണ്ണുകൊണ്ട് കാണാനോ നമുക്ക് ഫീൽ ചെയ്യാനോ ഒന്നും പറ്റില്ല. ഓക്കെ, അതേ സാധനം നമ്മൾ 10 ദിവസം അതേ ഡെഫിസിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി 560 ഗ്രാംസ്, അര കിലോ ഫാറ്റ്. പക്ഷെ അര കിലോ ഫാറ്റ് പോലും നമ്മുടെ ശരീരത്തിൽ നിന്ന് ഏത് ഭാഗത്തു നിന്നാണ് പോകാമെന്ന് പറയാൻ പറ്റില്ല. അതൊന്നും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ്. നമുക്ക് ജസ്റ്റ് ഡെഫിസിറ്റിൽ നിന്നിട്ട് ഇത്ര വെയിറ്റ് പോകുന്നു എന്നേ പറയാൻ പറ്റുള്ളൂ, അല്ലേ? അപ്പോൾ അപ്പോഴും അത് വിസിബിൾ ആവില്ല 10 ദിവസം കഴിഞ്ഞാലും. പക്ഷേ ഇങ്ങനെ ഒരു 100 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു 5600 ഗ്രാം ആവും, ഇല്ലാച്ചെങ്കിൽ 5.6 kgs ആവും. അപ്പോൾ അത് വിസിബിൾ ആവും. പക്ഷേ അതിന് 100 ദിവസം എടുക്കും. 100 ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 മാസത്തിൻ്റെ മേലേക്കാണ്. ഓക്കെ, പിന്നെ അങ്ങനെ സ്റ്റാക്ക് ചെയ്തിട്ട് ഓരോ ദിവസം നമ്മൾ 500 കാലറീസിൻ്റെ ഡെഫിസിറ്റ് ഉണ്ടാക്കി നമ്മളൊരു 10 കിലോ 15 കിലോ ഒക്കെ കുറയുമ്പോഴാണ് നമ്മുടെ ശരീരം ശരിക്കും ട്രാൻസ്ഫോമായി നമ്മളുടെ ഗോളിലേക്ക് എത്തുന്നത്. അത്രയും സമയം നിങ്ങൾ കൊടുക്കണം. അതാണ് ആ കോൺസെപ്റ്റ്. മനസ്സിലായില്ലേ? കൺസിസ്റ്റൻസി എന്നുള്ള ഒരു കോൺസെപ്റ്റ് എപ്പോഴും മൈൻഡിൽ വെക്കുക. കാരണം ഫിസിക്കൽ ട്രാൻസ്ഫോർമേഷൻസും ഇല്ലെങ്കിൽ ഹെൽത്ത് ബേസ്ഡ് ആയിട്ടും നമ്മൾ ഹെൽത്ത് ബെറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും ഇങ്ങനെ കിട്ടില്ല. അതെന്തായാലും നമ്മൾ അതിനുള്ള ടൈം കൊടുത്തേ പറ്റുള്ളൂ. ഓക്കെ, ഈ ഒരു കോൺസെപ്റ്റ് മൈൻഡിൽ വെക്കുക. ഇങ്ങനത്തെ കോൺസെപ്റ്റ്സും ഇങ്ങനത്തെ ടോപ്പിക്സൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ പേജ് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, പോസ്റ്റ് ലൈക്ക് ചെയ്യുക. ആർക്കെങ്കിലും പുതിയതായിട്ട് തുടങ്ങിയിട്ട് അവർക്ക് ഇങ്ങനത്തെ ഒരു മോട്ടിവേഷൻ അല്ലെങ്കിൽ ഒരു ഐഡിയ വേണമെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ വரைക്കും ബൈ, സിയാ.